കാനനപാത വഴി എല്ലാ വർഷവും നടന്നു പോകുന്ന തീർത്ഥാടകരെയാണ് ഇത്തരത്തിൽ വെർച്വൽ ക്യൂ പാസ് ഇല്ല എന്നതിന്റെ പേരിൽ തടയുന്നത്. പാസില്ലാത്ത തീർത്ഥാടകർ യാത്ര മതിയാക്കി തിരികെ പോയി മറ്റു മാർഗങ്ങൾ സ്വീകരിക്കുകയാണ്. हम लोग को एसी के बारे में कुछ पता नहीं था, तो अभी जो पुलिस साहब लोग ने बोले कि ये प्रोसेस 3 दिन से स्टार्ट है, ये तो सबके लिए अभी लागू है. सभी लोग को थोड़ा परेशानी है अभी स्वामी लोग. കാനനപാതയിൽ തിരക്ക് വർദ്ധിച്ചിരിക്കുന്നു എന്ന പേര് പറഞ്ഞാണ് ഇപ്പോൾ എരുമേലിയിൽ തന്നെ തീർത്ഥാടകരെ തടയുന്നത്. നമസ്കാരം. വെർച്വൽ ക്യൂവിൻ്റെ പേരിൽ കാനനപാതയിലുള്ള യാത്രയിലും അയ്യപ്പ ഭക്തരെ തടയുകയാണ്. എരുമേലി വഴി കാനനപാതയിലേക്ക് പുറപ്പെടുന്ന തീർത്ഥാടകരെയാണ് വെർച്വൽ ക്യൂ ഇല്ലാതെ വന്നാൽ അവരെ തടയുന്നത്. പാസില്ലാത്ത തീർത്ഥാടകർ യാത്ര മതിയാക്കി തിരികെ പോയി മറ്റു മാർഗങ്ങൾ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. മുൻകാലങ്ങളിലൊന്നും ഇത്തരത്തിൽ കാനനപാത വഴി വിലക്ക് ഏർപ്പെടുത്തിയിരുന്നില്ല. എന്നാൽ ഇപ്പോൾ വെർച്വൽ ക്യൂ ഇല്ലാത്ത തീർത്ഥാടകർ ഇവിടെ എത്തി വളരെ ദുരിതം അനുഭവിക്കുകയാണ്. കാനനപാതയിൽ തിരക്ക് വർദ്ധിച്ചിരിക്കുന്നു എന്ന പേര് പറഞ്ഞാണ് ഇപ്പോൾ എരുമേലിയിൽ തന്നെ തീർത്ഥാടകരെ തടയുന്നത്. മാത്രമല്ല പമ്പയിലും സന്നിധാനത്തുമൊക്കെ തിരക്ക് നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായി മുകളിൽ നിന്നുള്ള നിർദ്ദേശത്തിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ എരുമേലിയിൽ പോലീസ് തീർത്ഥാടകരെ പരിശോധന നടത്തി ഇവിടെ നിന്നും കടത്തിവിടുന്നത്. ശബരിമല തീർത്ഥാടകർക്ക് സുഗമമായ ശബരിമല ദർശനം നടത്തുന്നതിന് വേണ്ടിയാണ് വെർച്വൽ ക്യൂ സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ അത് തീർത്ഥാടകർക്ക് തന്നെ ഇപ്പോൾ ദുരിതമായി മാറുകയാണ്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്ന തീർത്ഥാടകർ ഇതൊന്നും അറിയാതെ ഇത്തരത്തിൽ പാസില്ലാതെ കാനനപാതയിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല എന്ന് അറിയാതെ വരുന്ന തീർത്ഥാടകർ ഇവിടെ എത്തി തിരികെ മടങ്ങുകയാണ് ചെയ്യുന്നത്. പലരും ഇവിടെ കാത്തിരിക്കുകയാണ്. ഇനിയും എരുമേലിയിൽ സ്പോട്ട് ബുക്കിംഗ് സംവിധാനം പരിമിതമായി മാത്രമാണ്. 12 മണിക്കും 1 മണിക്ക് ശേഷമൊക്കെയാണ് എരുമേലിയിൽ ദേവസ്വം ബോർഡിൻ്റെ സ്പോട്ട് ബുക്കിംഗ് സംവിധാനമുള്ളത്. സത്രം വഴി വരുന്ന തീർത്ഥാടകർക്കും ഇത്തരത്തിൽ വെർച്വൽ ക്യൂ ഇല്ലാതെ കടത്തിവിടില്ല. എന്നാൽ സത്രത്ത് അവിടെ സ്പോട്ട് ബുക്കിംഗ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ എരുമേലിയിൽ രാത്രി 12 മണിക്ക് ശേഷം മാത്രം പരിമിതമായ സ്ലോട്ട് ബുക്കിംഗ് മാത്രമാണുള്ളത്. ഇവിടെ രാവിലെ മുതൽ എത്തുന്ന തീർത്ഥാടകർ വെർച്വൽ ക്യൂവിൽ പാസ് ഇല്ലാത്തതിനാൽ മണിക്കൂറുകളോളം, അതായത് ഒരു ദിവസം മുഴുവൻ കാത്തിരുന്ന് രാത്രി 12 മണിക്ക് പാസ് എടുത്തതിന് ശേഷമാണ് കാനനപാത വഴി പോകുന്നത്. ഇല്ലെങ്കിൽ അവർ മറ്റ് മാർഗങ്ങൾ സ്വീകരിക്കേണ്ട ഒരു അവസ്ഥയിലാണ്. നിലവിൽ നിലയ്ക്കൽ മാത്രമാണ് സ്പോട്ട് ബുക്കിംഗ് സംവിധാനമുള്ളത്. അങ്ങനെ കാനനപാത വഴി വരുന്ന നിരവധി തീർത്ഥാടകർ ഇവിടെ എത്തി അവർ ഈ കാര്യം അറിയാത്തതിനെ തുടർന്ന് വലയുകയാണ്. അങ്ങനെ വെർച്വൽ ക്യൂവിൻ്റെ പേരിൽ മണിക്കൂറുകളോളം നിലയ്ക്കലിൽ ക്യൂ നിൽക്കേണ്ട സാഹചര്യവും നിലവിലുണ്ട്. നിലവിൽ ഈ വെർച്വൽ ക്യൂ സംവിധാനം തന്നെ അശാസ്ത്രീയമാണെന്ന് വ്യാപകമായ പരാതി ഉയരുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് കാനനപാതയിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. വെർച്വൽ ക്യൂ നിങ്ങൾ ബുക്ക് ചെയ്തില്ലേ? ബുക്കിംഗ് ಮಾಡಲಿಕ್ಕೆ ಹೋಗಿದ್ದಾರೆ ಕಂಟ್ರೋಲ್ ರೂಮಿಗೆ ಹೋಗಿ 12 മണി രാത്രി 12 മണിയാവും. അപ്പോൾ എന്നാ പ്രശ്നം? തിരുമ്പി പോവാ. हम लोग को एसी के बारे में कुछ पता नहीं था, तो अभी जो पुलिस साहब लोग ने बोले कि ये प्रोसेस 3 दिन से स्टार्ट है, तो हम लोग अभी जेरोक्स निकाल दिए और निकाल कर अभी गए वहाँ पे कुछ पास ऑनलाइन पास बनाने के लिए. ये तो सबके लिए अभी लागू है. सभी लोग को थोड़ा परेशानी है अभी स्वामी लोग. देखेंगे आगे क्या होगा. प्लेस निजामाबाद, तेलंगाना. We are going for the tickets. Yeah. First time personal way? Yeah, I am first time. You first time? No. मैं गुरुस्वामी. അയ്യപ്പ ഭക്തർക്കായി ശബരിമല ദർശനത്തിന് എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിയെന്ന് സർക്കാർ പറയുമ്പോഴും അയ്യപ്പ ഭക്തർ ദുരിതത്തിലാകുന്നതിൻ്റെ നേർക്കാഴ്ചയാണ് നിങ്ങൾ കണ്ടത്. കാനനപാത വഴി എല്ലാ വർഷവും നടന്നു പോകുന്ന തീർത്ഥാടകരെയാണ് ഇത്തരത്തിൽ വെർച്വൽ ക്യൂ പാസ് ഇല്ല എന്നതിൻ്റെ പേരിൽ തടയുന്നത്. നിലവിൽ ഇവർ കാനനപാത വഴി കടന്ന് പമ്പയിലെത്തിയാൽ അവിടെ വെർച്വൽ ക്യൂ സംവിധാനത്തിൽ സ്പോട്ട് ബുക്കിംഗ് ഇല്ല എന്നതാണ് ഒരു പ്രശ്നം. നിലയ്ക്കൽ പിന്നെ സത്രം എന്നിടങ്ങളിൽ മാത്രമാണ്, എരുമേലിയിലും മാത്രമാണ് വെർച്വൽ ക്യൂ സംവിധാനം, സ്പോട്ട് ബുക്കിംഗ് സംവിധാനം ഉള്ളത്. നിലവിൽ എരുമേലിയിലെ സ്പോട്ട് ബുക്കിംഗ് സംവിധാനം പരിമിതമാണ്. അത് കൂടുതൽ സ്ലോട്ടുകൾ നൽകുകയാണ് എങ്കിൽ, കൂടുതൽ സമയം അനുവദിക്കുകയാണ് എങ്കിൽ ഇങ്ങനെ വരുന്ന വിതര സംസ്ഥാനങ്ങളിൽ നിന്നും ഈ കാര്യങ്ങളൊന്നും അറിയാതെ വരുന്ന ശബരിമല തീർത്ഥാടകരുടെ ദുരിതത്തിനൊരു പരിഹാരമുണ്ടാകുമെന്നൊരു നിലപാടാണ് ഇപ്പോൾ അയ്യപ്പ ഭക്ത സംഘടനകളും അയ്യപ്പ ഭക്തരും ഒക്കെ ഉന്നയിക്കുന്നത്. ക്യാമറമാൻ ജിതിനൊപ്പം CR ശ്യാം, മറുനാടൻ മലയാളി, കോട്ടയം.